ഹായ് ഗൈസ്, ട്രാവലോറിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഓഫ് റോഡ് റേസിംഗ് കാണാൻ വന്നിരിക്കുകയാണ് നമ്മൾ പൂപ്പാറയിൽ. കേരള അഡ്വഞ്ചേഴ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കാസ്ക് എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ പൂപ്പാറയിൽ ഒരു ഇവൻ്റ് നടക്കുന്നത് കാണാൻ വന്ന നമ്മൾ. ഇടുക്കിയിൽ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഗൂഡംപാറ എസ്റ്റേറ്റിൽ ജാനുവരി 22, 23, 24 അങ്ങനെ പറഞ്ഞ് 3 ദിവസങ്ങളിലായിട്ട് ഇവിടെ അടിപൊളി ഓഫ് റോഡിങ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, 24-ാം തീയതി. കുറേയൊക്കെ സ്റ്റേജുകൾ കാണാൻ പറ്റി, കുറേയൊക്കെ വീഡിയോ എടുത്ത് വെക്കാനും പറ്റി. അപ്പം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിപാടികളെന്നൊക്കെ. ടെസ്റ്റ് നമ്പർ 213, 217, 219, 207, 208, 212. Please, e-vehicle for the scrutiny. Mr. Jubi, where are you? Dear adventure partners, my off-roaders, warm welcome to all. Have a good day. We can start with our extreme category. We got 9 category extreme category vehicles in the row. So we can start with it. All the masters are ready. This is our first time with the extreme category, and we are so happy that all the extreme vehicles are here. So we are officially flagging off with the extreme category. I request our dear Kulanjan Joseph Matthew to please flag off the vehicle.
സ്ക്രൂട്ടിനി ഗോയിങ് ഓൺ. ഇപ്പം വണ്ടിയുടെ സ്ക്രൂട്ടിനി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ ട്രാക്കിൽ വണ്ടി ഇറക്കുന്നതിന് മുന്നേ ഉള്ള ഫൈനൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് സ്ക്രൂട്ടിനി ഓക്കെ, സ്ക്രൂട്ടിനി പാസ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ വണ്ടി ഒട്ടിച്ച് വെക്കും. ആ ഒരു സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി ട്രാക്കിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ. അയൺമാൻ്റെ സ്റ്റിക്കർ ഉണ്ടല്ലോ. ഒരു നമ്പർ ഇന്ന് പേര് കൂട്ടിയാണ് അയച്ചത്. ഒരു നമ്പർ ഇപ്പോൾ നേരെ നോക്കാം. പുള്ളി ആറാണ്ടിയിലല്ലേ? നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെട്രോൾ ഡീസൽ കാറ്റഗറീസിലുള്ള ഒരു ട്രാക്കിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് പറ്റത്തില്ല. കുറച്ചുകൂടി മാറി ആ റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും വഴി ഉള്ളിടത്ത് പോയി നമുക്ക് നിൽക്കാം. വണ്ടിയൊക്കെ പാഞ്ഞ് വരുന്നത് കൊണ്ട് ഇവിടെ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വന്ന് നെഞ്ചത്ത് കയറും. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തോട്ട് മാറി നിൽക്കാൻ നോക്കാം. പെട്രോൾ കാറ്റഗറിയുടെ എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്ട്രീം കാറ്റഗറിയുടെ ഇവൻറ്റ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് നമ്മുടെ R&Tയിലെ വണ്ടിയാണിത്.
ഇതിലെ പോലെ നേരെ അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ നോക്കണം കേട്ടോ. ടാമ്പർ ട്രീറ്റ്മെന്റ് obstacle cleared. അവിടെ നിന്ന് മാറ്റിയെടുത്തത് മാർഷൽ, അവിടെ നിന്ന് മാറ്റിയ ആൾക്കാരെ. ഹലോ, അവിടെ മാർഷൽമാരില്ലേ? പോട്ടെ പോട്ടെ, ഹെഡ് പറയുന്നു. കേവൽ പിഞ്ച് കേവൽ ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ ഇത് നമ്മുടെ ഡോക്ടർ ഫഹദിക്കയുടെ സ്ലോട്ടാണ്. അവർ ഈ വണ്ടി മേടിച്ചിട്ട് ഇതിപ്പോൾ ആദ്യത്തെ ഇവൻ്റാണ്. പോവല്ലേ, ഇതിലെ പോലെ എന്റെ ക്ഷമിക്ക് കൊടുക്കണ്ട. എടാ ആരെങ്കിലും ഒരാളെ പോയി ക്ഷമിക്കട വന്ന് നോക്കിട്ടോ. സജുവിനെ പിടിച്ചിട്ടുണ്ട്. എന്താ ഓടിക്കുന്നു?
ഇങ്ങോട്ടാണ് വണ്ടി അലൈൻ ചെയ്യാൻ തിരിച്ചെടുക്കാം. എഞ്ചിൻ ഓഫ് ചെയ്യാൻ പറ. മാർഷൽ ശ്രദ്ധിക്കുക. ചേട്ടാ അതിന്റെ ബാക്കിലോട്ട് പോവാ. വിറ്റിന്റെ ബാക്കിലാണ് ആൾക്കാർ ഈശ്വര ഈശ്വർ ഇങ്ങനെയല്ല ഇത് മറിയും ഒരു ചെയ്യുന്നില്ല. സോ അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി തുടങ്ങാൻ പോവാണ്. ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രീം കാറ്റഗറിയുടെ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. സ്ലോത്ത് മറിഞ്ഞിട്ട് തിരിച്ച് പൊക്കി എടുക്കുന്നതും അതിൻ്റെയുള്ള വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകാം. എല്ലാം നമുക്ക് നമ്മുടെ ഡ്രൈവറുടെ ആയാലും കോ ഡ്രൈവറുടെ ആയാലും കംപ്ലീറ്റ് സ്കില്ല് പുറത്തെടുക്കാൻ പറ്റിയ കുറേ അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു. ഞാനും എൻ്റെ കോ ഡ്രൈവറും നല്ലവണ്ണം സിങ്ക് ആവുകയും ചെയ്തു. ഇതുകൊണ്ടുകൂടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻ്റ് ഇറങ്ങണത്. എന്തായാലും താങ്ക്സ് ടു കാസ്ക് ആൻഡ് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഗൈസ്.
Thank you for the last time. Sections ഇന്നത്തെ കമ്മിറ്റി കാസ്റ്റ് നടത്തിയേക്കുന്നത് is one of the best and they did a really wonderful job and I really appreciate the entire team. Thank you all. One and only Suraj Thomas. ഇല്ലേ? Yes, please. തണുത്ത് ഉറച്ചിരിക്കണം. പുള്ളി RSCക്ക് പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. കാരണം RSC പോയി കഴിഞ്ഞാൽ മിനിമം 10 ദിവസം എടുക്കും. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 7 ദിവസമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ താങ്ക് യു സൂര്യേട്ടൻ ഫോർ ദി ഡെഡിക്കേഷൻ ഫോർ ദി കാസ്റ്റ് വേൾഡ്. രഞ്ജിത്ത് പറഞ്ഞ സത്യമാണ്. ഞാൻ Obviously, this is a person who doesn't need an introduction, but the face and creator of Flywheel. He's a prominent name in automotive journalism in South India. Harry has a very strong following on social media and is also passionate about modern, classic and vintage cars, high-end bikes, and he has of course commercial vehicles. He's one among the 6 Indians in the jurors of World Car of the Year. He is a very passionate motorhead. So I cordially invite our chief guest, Mr. Hani Mustafa. Hi guys. Hello. Late time Anyway, it is said that a good speech should be like a mini skirt. It should cover all the essential, but it shouldn't be long. First of all, congratulations all the participants. Because winners എന്നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആൻഡ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളായിരുന്നു. ഇന്ന് 2-3 എക്സ്ട്രീം ട്രാക്സ് കണ്ടു. അമേസിംഗ് ട്രാക്ക് ഗൈസ്, ഗ്രേറ്റ് ജോബ് യു ഗൈസ് ഡൺ. ആൻഡ് ഇവരെല്ലാം പറയുന്നതാണ് ഏറ്റവും വലിയ വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സംശയനാവട്ടെ, ഫാദാവട്ടെ, ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു. അച്ഛനെ വിളിക്കാറില്ല, പുള്ളിക്കാരെയാ. അപ്പോൾ അങ്ങനെ അവർ ഓടിക്കുന്ന ആൾക്കാർ പറയുന്ന ഏറ്റവും വലിയ ടെസ്റ്റിമോണിയൽ ഫോർ ദീസ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് it's already proved that it's a great track and it's done a great event. ഇനി ഈ ഒരു ലേറ്റ് മൊമെന്റിൽ ഞാൻ ഇനി വാക്കുകൾ വെച്ച് നീട്ടുന്നില്ല. എനിവേ ഇത്രയും ഒരു ഇവന്റ് നടത്തിയതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ് യു ഗൈസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവന്റ്സ് വേണം. നിങ്ങളെല്ലാം ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് ഇത്രയും വണ്ടികളെല്ലാം ഡെവലപ്പ് ചെയ്തെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വേണം. അപ്പോൾ അതിന് ഇനി കൂടുതൽ ഇവന്റ്സ് ഉണ്ടാവട്ടെ. എല്ലാവരും സഹകരിച്ച് കൂടുതൽ ഇവന്റ്സ് ചെയ്യുക. എൻജോയ് ദ ഡ്രൈവിങ്സ് ആൻഡ് like all the best for all the winners and once again participate ellavarkum once again congrats and let's go for the PD, right? Thank you. Thank you guys. So there is a very twist going on. That's a great surprise. That's a PD. The diesel class winners, the petrol class winners, and the extreme class winners. And I know you are all waiting for this, so I hand over the mic to our official. Hi, all you mad jeepers. A very warm good evening. Warm allanariyam, annalum chumma annu paranjunne ullu. We the team of Kerala Adventure Sports Club, Cars, is very honored and delighted to have you all here tonight for the closing ceremony of Kerala Adventure Trophy Season 2, powered by Munnar Ice Cream Resort and Spa, Gulf First Shipping and Logistics, T8 Performance, and co-powered by GF Hotels and Resort Private Limited, an upcoming 5-star property in Munnar. Our partners are RFC India, Ironman, Swastik Fabs, Adlin Calicut, Sumbamba 4x4 Equipments, Auto Ignite, YSS Suspension, Fresh Cut Organic Products, and Gulf First Group. Prize sponsored by Swastik Fabs and Munnar Ice Cream Resort and Spa. Kodukkanai Benetine Afsalle vilikkunnu. Afsalka, please come Afsalka. Our track manager in all the petrol track.
Prize sponsored by Sumba 4x4 Equipments. പ്രൈസ് കൊടുക്കാനായിട്ട് കുഞ്ഞുമോൻ ചാനെയും അശോകേട്ടനെയും വിളിക്കുന്നു. കുഞ്ഞുമോൻ ചാൻ, അശോകേട്ടൻ. Again and again, the 104 Fahad and Rajiv Lal. Prize sponsored by Gulf. This is the second time he is winning the visa class prize. Prize sponsored by Gulf Shipping and Logistics 28 പ്രൈസ് കൊടുക്കാനായി ഹാനി മുസ്തഫയും അശോക് മത്തായും വിളിക്കുന്നു. Congrats guys. Dr. Fahad. Congratulations. I invite Hanika to give away the prize. And Rajiv, co-driver Rajiv Lal also. Rajiv Lal and Dr. Fahad. The cast RFC India Extreme Class winner will get an entry to RFC Goa 2021. അനിക ഒതുങ്ങണില്ല ഫ്രെയിമിൽ, ഒന്ന് ബാക്കിൽ കിടാ, ഫോട്ടോയിൽ ഒതുങ്ങണില്ല. അനിക ചിരിക്കേ, അത് കേറിക്കടാ ഷാഡോ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. സോ യാത്രകൾ അവസാനിക്കുന്നില്ല. ഓക്കെ, ബൈ.